all, it's me Adarsh. Welcome back to Malabar Trader. അപ്പോൾ ഒന്നൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ റെഡി ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻട്രി ഇതുവരെ എടുത്തില്ല. ഇവിടെ നോക്കിയാൽ കാണാൻ പൊസിഷൻസ് ഓർഡേഴ്സും കംപ്ലീറ്റ് 0 ആണ്. എൻട്രി റെഡി ആയി വരുന്നുള്ളൂ. ഫസ്റ്റ് എൻട്രി ആണ്. കിട്ടുകയാണെങ്കിൽ എടുക്കും, ഇല്ല എടുക്കില്ല, അത്രേ ഉള്ളൂ. എന്തായാലും എൻട്രി ഏരിയ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ക്യാൻഡിൽ, ഈ 10.59 ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ അടിയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മേലോട്ടേക്ക് ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, SL ആസ് യൂഷ്വൽ 6 പോയിൻ്റ് ആയിരിക്കും പ്രീമിയത്തിന്. ടാർഗറ്റ് ഞാൻ ഇവിടെയാണ് നോക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ലിക്വിഡിറ്റി ഉണ്ട്. 5 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ ലിക്വിഡിറ്റി വരുന്നുണ്ട്. സോ അവിടെയാണ് ടാർഗറ്റ് വെക്കുന്നത്. ഒന്നെങ്കിൽ അവിടെ അടിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ 50 പോയിൻറ്റ്. ഇന്ന് 30 പോയിൻ്റല്ല വെക്കണം, 50 പോയിൻ്റാണ്. ഇന്ന് അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉണ്ട് പ്രീമിയത്തിൽ. എക്സ്പയർഡ് ആയതുകൊണ്ട് നല്ലൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു 50 പോയിൻ്റ് വെക്കുന്നുണ്ട്. ഒന്നെങ്കിൽ 50 പോയിൻ്റ്, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽ അടിക്കുമ്പോൾ അതിൽ 25,300 സെലക്ട് ചെയ്ത് വെച്ചത്. എന്തായാലും നോക്കി നോക്കി 25,300 വരുമ്പോൾ ATM ആയിട്ടുള്ള സ്ട്രൈക്കാണ്, അതാണ് സെലക്ട് ചെയ്തത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയോ. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എൻട്രി എടുക്കുക. സാധാരണ ഞാൻ 1:5 ആണ് വെക്കൽ, അതായത് 6 പോയിൻ്റ് SL 30 പോയിൻ്റ് ടാർഗറ്റ് വെക്കൽ. ഇന്ന് പ്രീമിയത്തിൽ ഹ്യൂജ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷും ആണ്. അതിൻ്റെ കൂടെ താഴെ ഒരു ലിക്വിഡിറ്റി ടാപ്പും ചെയ്തിട്ടുണ്ട്. സോ എല്ലാ കണ്ടീഷൻസും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് 50 പോയിൻ്റ് വെക്കാമെന്ന് വിചാരിച്ച്. സോ എന്തായാലും നോക്കി നോക്കുക. എൻട്രി വന്നു കഴിഞ്ഞാൽ 6 പോയിൻ്റ് SLും 50 പോയിൻ്റ് വെച്ചിട്ട് 50 പോയിൻ്റ് ടാർഗറ്റും വെച്ചിട്ട് എൻട്രി എടുക്കും. എന്നിട്ട് വെയിറ്റ് ചെയ്യും. ഒന്നെങ്കിൽ SL അടിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 50 പോയിൻറ്റിൽ എക്സിറ്റ് ആവണം, 50 പോയിൻ്റ് അച്ചീവ് ചെയ്യണം. അതല്ല 50 പോയിൻ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ നിഫ്റ്റീൻ്റെ സ്പോട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്ത് ആ എൻട്രി അല്ല ആ ടാർഗറ്റ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയയാണ്, അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സിറ്റ് അടിക്കണമായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ എൻട്രി വരിക എന്നുള്ളത്. അങ്ങനെ മാർക്കറ്റ് നമ്മൾ എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്തില്ല, അതിൻ്റെ തൊട്ടടുത്ത് എത്തി അവിടെ അങ്ങനെ തിരിഞ്ഞളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മൊമെൻറ്റത്തിലാണ് ടാപ്പ് ചെയ്യാണ്ടി വരുന്നത്. അപ്പോൾ താഴേക്ക് പോകുകയാണെങ്കിൽ ടാപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ SL അടിക്കും. ഈ മൊമെൻറ്റത്തിൽ വരികയാണെങ്കിൽ അതല്ല ടാർഗറ്റിലേക്ക് പോകാനുള്ളതാണ്, അവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി എടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റ് ട്രേഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ എൻട്രി എടുത്തുനിന്ന് ടാർഗറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല മൊമെൻറ്റൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓർഡറിൽ പോയാൽ അതിൻ്റെ ഡീറ്റെയിൽ 71.7 നമുക്ക് എൻട്രി വന്നത്. പക്ഷേ ടാർഗറ്റ് വന്നത് കറക്റ്റ് 30 പോയിൻറ്റ്സിലല്ല, 50 പോയിൻ്റാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷേ 50 പോയിൻറ്റിലല്ല വന്നത്. 81, 91, 101, 111, 121.7 ശരിക്കും വേണ്ടത്. പക്ഷേ അത് അതിലല്ല വന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. അവിടെ ഫോണിലാണ് മാറ്റുന്നത്. ഫോണിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഓർഡേഴ്സിൽ പോയിട്ട് ഓപ്പൺ ഓർഡർ 21, 2 ഓർഡർ മാറ്റാണ്ട് അതിലൊരു ഓർഡർ എടുത്തിട്ട് 21 മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ചെയ്യാണ്ട്. ഓക്കെ, അടുത്ത ഓർഡറും ഇവിടെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 2 ഓർഡറും ചേഞ്ച് ചെയ്ത് ആക്കിയിട്ടുണ്ട്. 121.7, അതായത് 50 പോയിൻറ്റിലേക്ക് ടാർഗറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ 50 പോയിൻ്റ് അടിക്കട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ 6 പോയിൻ്റ് SL അടിക്കട്ടെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മാനുവലി എക്സിറ്റ് അടിക്കാം നിഫ്റ്റിയിൽ അവിടെ അടിക്കുമ്പോൾ. നമുക്ക് SLും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി. 71.7 SLൻ്റെ കൂടെ ഒന്ന് നോക്കാണ്ട്. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇവിടെ ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം, പൊസിഷൻ്റെ ടൂള്. അത് കഴിഞ്ഞിട്ട് SL കറക്റ്റ് അല്ല വന്നുള്ളതും കൂടെ നോക്കി നോക്കാം. 71.7 വരുമ്പോൾ കുറച്ചുകൂടി താഴേക്കാണ്. 71 ഓക്കെ, ഈ ഏരിയയിലാണ് നമുക്ക് എൻട്രി വന്നത്. അതിൽ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 50 പോയിൻ്റാണ്. 50 പോയിൻ്റ് വരുമ്പം ഏകദേശം ഈ റേഞ്ചിലൊക്കെ വരും. 121.7 ഇവിടെ വരും. ഇനി SL നോക്കുകയാണെങ്കിൽ SL 6 പോയിൻ്റാണ്. 6 പോയിൻ്റ് പറയുമ്പം ഏകദേശം ഈ റേഞ്ചിൽ വരും. 65.7 ഉണ്ടാവുക. 65.7 ശരിക്കും വേണ്ടത്. നമുക്ക് അതിൽ തന്നെയല്ല വന്ന് നോക്കി. ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് 50 വന്നത് അത് 50 പോയിൻറ്റിലല്ലേ. ഇനി അതേപോലെ SL കറക്റ്റ് ആണോ അല്ല എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫ്ലാറ്റ് ട്രേഡിൽ പോയിട്ട് ഓർഡേഴ്സ് ട്രിഗർ പെൻഡിങ് ഇതിൽ മോഡിഫൈൻ്റെ അവിടെ അടിച്ചാൽ കറക്റ്റ് പ്രൈസ് കാണാം. 65.7 അത് കറക്റ്റായിട്ട് തന്നെയാണ് വന്നത് SL. അടുത്ത ഓരോ ഓർഡറും കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് നിൽക്കുക. 65.7 രണ്ടും കറക്റ്റായിട്ട് തന്നെയാണ് വന്നത്. SL വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല, ടാർഗറ്റിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായുള്ളൂ. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SL. അടുത്തടുത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ നല്ലൊരു മൊമെൻറ്റം വരുന്നുണ്ട്. അതിനുള്ള കാരണം ഏരിയ ഒന്ന് ടാപ്പ് ചെയ്ത് അങ്ങനെയാണ് പെട്ടെന്ന് വന്നിട്ട് ഒരു വലിയ ക്യാൻഡിൽ വന്ന് ടാപ്പ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ടാർഗറ്റിലേക്ക് പോകാനുള്ള ട്രേഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഇപ്പോൾ കണ്ട പോലെ പെട്ടെന്നൊരു മൊമെൻറ്റം കിട്ടും. ഇനി അതല്ല SL അടിക്കാനുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ SL അടിക്കും. അധികം ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല.
സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. എൻ്റെ അടുത്ത ഏരിയയിൽ നിന്ന് ടിപ്പിൽ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ലിക്വിഡിറ്റി ഏരിയൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത്. കാരണം നമുക്ക് ചെറിയ SL വെക്കാൻ, വെറും 6 പോയിൻറ്റ് SL വെക്കാനും കഴിയും, വലിയ ടാർഗറ്റ് വെക്കാം. ഇതിപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 7500 ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 900 രൂപയ്ക്ക് നമുക്ക് ലോസ് വരാം. സോ ടിപ്പിലടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ടിപ്പിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റുന്നത് ഈ ലിക്വിഡിറ്റി ഏരിയ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരു IDX എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെക്കാൻ പറ്റും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചെടുത്ത് ടാർഗറ്റ് ആണോ SL ആണോ എന്താ അടിക്കുന്നതെന്നുള്ളതൊക്കെ. ഓക്കെ, ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ നമ്മൾ ആ ഒരു ട്രേഡ് ഇവിടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ അടിച്ചിട്ടേ ഉള്ളൂ. നിഫ്റ്റിയിൽ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ്. 7500 രൂപയാണ് അതിൽ പ്രോഫിറ്റ് കിട്ടിയത്. അതിൽ ഓർഡറിൽ പോയി നോക്കിയാൽ 11:16 എടുത്ത ട്രേഡാണ്. അത് ടാർഗറ്റ് അടിച്ചത് 12:03 അതായത് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത്, ഒരു 3/4 മണിക്കൂറിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്ന ട്രേഡാണ്. എന്തായാലും 7500 നമ്മൾ ആ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 900 റുപ്പീസ് SL വെച്ചിട്ടെടുത്ത ട്രേഡാണ്. അതിനുശേഷം വീണ്ടും മേലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് വിഷയമല്ല, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് ടാർഗറ്റ് വെച്ചത്. അവിടെ ടാപ്പ് ചെയ്തപ്പം എക്സിറ്റ് അടിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ 50 പോയിൻറ്റിനാണ് നമ്മുടെ പ്ലാന്. ആ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ എക്സിറ്റ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാലും പ്രശ്നം. ഇനിയിപ്പോൾ മേലേക്ക് വന്നതിനാണ് എനിക്ക് ചാൻസ് തോന്നുന്നത്. ഡേ ഹൈ ഒക്കെ എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ് തോന്നുന്നത്. കാരണം മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്, മേലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. പക്ഷേ ആ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് ഇതില്ല. അതായത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ബുക്ക് ചെയ്ത ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ താഴേക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. പക്ഷേ അവിടെ ഞാൻ ഇപ്പോൾ എൻട്രി താഴേക്ക് നോക്കുന്നില്ല, കാരണം മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട്. പക്ഷേ അത് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാം. കാരണം അഥവാ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അത്രയും കിട്ടിയത് പോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ പുതിയൊരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് ഇല്ല. ഇനി പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞത് ഒരുപാട് ഇവിടെയാണുള്ളത്. 25, 215 ഉള്ളത്. അപ്പോൾ അവിടേക്ക് വരികയാണെങ്കിൽ ഇനി പുതിയൊരു ട്രേഡ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എടുക്കണം ഇപ്പോൾ നിൽക്കുന്ന ഏരിയ. പക്ഷേ ഡൗൺ സൈഡിലേക്ക് എടുക്കാനുള്ളൊരു ഇതില്ല. മാർക്കറ്റ് ഓവറോൾ നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് ബുള്ളിഷ് ട്രേഡ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ബുള്ളിഷ് ട്രേഡ് എടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നല്ല ലിക്വിഡിറ്റി ഏരിയ ഒരുപാട് താഴെയുള്ളത്. അതുകൊണ്ട് ഇന്നിന് എൻട്രി ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. സമയം 12 മണിയായിട്ടുണ്ട്. 1, 2, 3 മണിക്കൂറുണ്ട്. പക്ഷേ നല്ല എൻട്രി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ടാർഗറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും മാർക്കറ്റ് കുത്തനെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് തോന്നും അവിടെ ടാർഗറ്റ് വെക്കേണ്ടില്ല, ഡേ ഹൈ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റാണ്, ട്രൈ ചെയ്താൽ മതി ഇനി, അല്ലെങ്കിൽ ഡേ ഹൈ വെച്ച ടാർഗറ്റ് നമുക്ക് തോന്നും. പക്ഷേ നേരെ തിരിച്ച് എല്ലാ കേസിലും ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ട് എല്ലാ കേസും ഇങ്ങനെ പോയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ കറക്റ്റ് ആ ഒരു നമ്മൾ ടാർഗറ്റ് വെച്ച ഏരിയയിൽ ടാപ്പ് ചെയ്ത് കറക്റ്റ് 50 പോയിൻ്റായിട്ട് കുത്തനെ താഴേക്ക് വന്നു വരും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചായിരിക്കും ചിന്തിക്കാം, അവിടെ വെച്ചത് നന്നായി പെർഫെക്റ്റ് ടാർഗറ്റായി, അങ്ങനെ ആയിരിക്കും ചിന്തിക്കാം. അപ്പോൾ ആ രണ്ട് ചിന്തയും വരുന്നത് മാർക്കറ്റിനെ അനുസരിച്ചിട്ടാണ്. മാർക്കറ്റ് ഓരോ ടൈം ഓരോ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മളെ ചിന്ത അങ്ങനെ മാറിപ്പോരുത്. നമ്മളെ ചിന്ത, നമ്മളെ പ്ലാന്, നമ്മളെ ട്രേഡ് പ്ലാന് കാര്യങ്ങളൊക്കെ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളെ എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മളെ പ്ലാനിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവരുത്. മാർക്കറ്റ് എന്ത് ചെയ്താലും നമ്മളെന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ധാരണ ഉണ്ടാവണം. ഓക്കെ, സോ നമ്മൾ ഒരു പ്ലാനായിട്ട് മാർക്കറ്റിലേക്ക് വന്ന് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. ഇന്നിന് എന്തായാലും പുതിയ എൻട്രി കിട്ടുമെന്ന് തോന്നണില്ല. കറക്റ്റായിട്ടുള്ള നല്ല പ്രോപ്പർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കും. അത് ഞാൻ കാണിക്കുന്നുണ്ട്. എടുക്കുകയാണെങ്കിൽ തന്നെ കോൾ ഓപ്ഷനിലായിരിക്കും, പുട്ട് ഓപ്ഷനിൽ ഇനി എൻട്രി ഉണ്ടാവില്ല. മാർക്കറ്റ് നല്ല ഹെവി ബുള്ളിഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് പുട്ട് ഓപ്ഷനിൽ എടുക്കില്ല എന്നല്ല, എടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുട്ട് ഓപ്ഷനിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല എൻട്രി ഇരിക്കണം. അത്രയും ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലെവലൊക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ
ഞാൻ പുട്ട് ഓപ്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എൻട്രി നോക്കുള്ളൂ. കാരണം ഇങ്ങനെ ബുള്ളിഷായിട്ട് പോകുന്ന മാർക്കറ്റിൽ തിരിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ആയിട്ട് ടാപ്പ് ചെയ്യണം. അത്യാവശ്യം മേലെ നിന്ന് നല്ല ലിക്വിഡിറ്റി കളക്ട് ചെയ്താലേ തിരിയാനുള്ളൊരു ചാൻസ് ഉള്ളൂ. അത് എപ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല, 100% അങ്ങനെ ആണെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ കൺസെപ്റ്റ്, ഞാൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് കൂടുതൽ പ്രോബിലിറ്റിയും കാര്യങ്ങളൊക്കെ തോന്നിയത് അങ്ങനെയാണ്. നല്ല ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താലേ ഇനി തിരിച്ച് താഴേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ ഏറ്റവും തൊട്ടടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻട്രി താഴേക്ക് നോക്കണില്ല, മേലേക്ക് തന്നെ നോക്കുള്ളൂ. പക്ഷേ മേലേക്ക് ചെറിയ ലെവൽസ്, ഇന്നിപ്പോൾ 5 മിനിറ്റ് ലെവൽ ടാപ്പ് ചെയ്തിട്ടാണ് ഞാൻ മേലേക്ക് ഒരു എൻട്രി നോക്കിയത്. അപ്പോൾ മേലേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു വലിയ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ആയിരുന്നു ടാപ്പ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ 5 മിനിറ്റ് വേണമെന്നില്ല, ചിലപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താൽ തന്നെ മേലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാർക്കറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഹെവി ബുള്ളിഷ് ആയതുകൊണ്ടാണ്. ഈ ബെയറിഷ് ആണെങ്കിൽ നേരെ തിരിയും ചെയ്യും. ബെയറിഷ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ലെവൽ മേലെ പോയി ടാപ്പ് ചെയ്താൽ താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ്. പക്ഷേ മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ ടാപ്പ് ചെയ്യേണ്ടി വരും. സോ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും ഇനി പുതിയ വീഡിയോ പുതിയ ട്രേഡ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ 12 മണി, 1 മണി, 2 മണി, 3 മണി വരെ സമയമുണ്ട്. അതിനിടയിൽ 1-2 പരിപാടികളുണ്ട്. എന്തായാലും നോക്കട്ടെ, എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ബാക്കി 3 മണിക്ക് പറയാം. ഓക്കെ, അങ്ങനെ നമ്മളെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ക്ലോസ് ആയിട്ടുണ്ട്. സമയം 4 മണി ആവാനായിട്ടുണ്ട്, 3:54. സോ വേറെ എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്രേഡ് തന്നെയാണ് കിട്ടിയത് രാവിലെ. പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തില്ല, പ്രോപ്പറായിട്ടുള്ള എൻട്രി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ രാവിലെ എടുത്ത ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സിറ്റ് ആയതിനു ശേഷം വീണ്ടും അതിൻ്റെ ഡബിളൊക്കെ പോയിട്ടുണ്ട്. 50 പോയിൻറ്റിൽ നമ്മൾ ബുക്ക് ചെയ്ത് അതിന് ശേഷം വീണ്ടും 50 പോയിൻറ്റ് പോയി, അതിന് ശേഷം പിന്നെയും കുറേ പോയി, അത്രയും മേലേക്ക് പോയിട്ടുണ്ട്. ഡേ ഹൈ ഒക്കെ വേണമെങ്കിൽ ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ട്രേഡായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്യുന്നുള്ളൂ. ഞാനിപ്പോൾ 50 പോയിൻറ്റും കൂടുതലൊന്നും അങ്ങനെ ടാർഗറ്റ് വെക്കില്ല. 30 പോയിൻ്റാണ് എല്ലാ ട്രേഡിലും വെക്കൽ. പിന്നെ ഇന്ന് അത്രയും നല്ല മൊമെൻറ്റും എക്സ്പയറി ഡേ ഒക്കെ ആയതുകൊണ്ടാണ് 50 പോയിൻറ്റിലേക്ക് വെച്ചത്. അത് സ്ലോലി കൂട്ടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, പക്ഷേ അങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ വിന്നിങ് പ്രോബിലിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു 100 ട്രേഡ് എടുക്കണേൽ ഒരു 10-20 ട്രേഡ് അല്ലെങ്കിൽ ഒരു 30 ട്രേഡാണ് ടാർഗറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടാർഗറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 30-50 ഒക്കെ വെക്കുന്നത് മാറ്റിയിട്ട് ഒരു 100 പോയിൻറ്റിലേക്ക് ടാർഗറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 100 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 20 എണ്ണം ഒക്കെ ടാർഗറ്റ് അടിക്കണേ ചിലപ്പോൾ ഇനിയും കുറഞ്ഞിട്ട് ഒരു 15 എണ്ണം 10 എണ്ണം ഒക്കെ ടാർഗറ്റ് അടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഇമോഷൻസിനെ വല്ലാണ്ട് ബാധിക്കും. ഒരുപാട് ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് SL അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രേഡ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇമോഷണലി എടുക്കാൻ പേടി വരും, SL അടിക്കാനുള്ള പേടി വരും. പിന്നെ നമ്മൾക്ക് ഓവർ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ വേണ്ടി ഓവർ ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അതൊന്നും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അത് സാവധാനം നമ്മൾ ചെയ്ത് നമ്മളെ മൈൻഡിൽ ഉറപ്പിച്ച് ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസ് വെച്ചാൽ മാർക്കറ്റിൽ നമ്മളെ SL ടിപ്പിലടിച്ച് പോകുന്നത്, അതുപോലെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് തിരിഞ്ഞു വരുന്നത്, ഇതേപോലെ ഈ ടാർഗറ്റ് അടിച്ചിട്ട് പിന്നെ ഒരുപാട് പോകുന്നത്, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് മാർക്കറ്റിൽ കണ്ട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെല്ലെ ടാർഗറ്റൊക്കെ കൂട്ടി വെക്കാം. അങ്ങനെ കൂട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ആയിട്ട് SL അടിച്ചാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അത് നമുക്കറിയാം ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഒരു 10 SL അടുപ്പിച്ചടിച്ച് അല്ലെങ്കിൽ 15 SL അടുപ്പിച്ചടിച്ച് ഇങ്ങനെ അടിച്ചാലും കുഴപ്പമില്ല, നാളെ ടാർഗറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം പണ്ട് മാർക്കറ്റിൽ ഞാൻ നോക്കിയ സമയത്ത് ഇങ്ങനെ ഞാൻ തന്നെ ശരിക്കും നേരിട്ട് അനുഭവിച്ച് കണ്ടറിഞ്ഞതാണ് മാർക്കറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, നമ്മളെ ഇമോഷൻസിനെ ഒന്നും വല്ലാണ്ട് ബാധിക്കില്ല. അങ്ങനെ സ്ലോലി നമുക്ക് ഇത് സ്കെയിലപ്പ് ചെയ്ത് ടാർഗറ്റ് വെക്കുന്നത് അതൊക്കെ കൂട്ടി കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ആകെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നാളെ വെള്ളിയാഴ്ച ആണല്ലോ, നാളെ കാണാം. ഓക്കെ, ബൈ.